ഹായ് ഹലോ, അങ്ങനെ ബിഗ് ബോസ് പുതിയൊരു പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ്. എല്ലാ തവണത്തെയും നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ആദ്യം തന്നെ ആരൊക്കെയാണ് മത്സരാർത്ഥികൾ എന്ന ബിഗ് ബോസ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ വന്ന പ്രൊമോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചർച്ച ചെയ്തത് ആരൊക്കെ ആയിരിക്കും വരുന്നത്, ഏതൊക്കെയായിരിക്കും മെയിൽ കണ്ടസ്റ്റൻസ്, സീരിയൽ മേഖലയിൽ നിന്ന് ആരൊക്കെ ഉണ്ടാവും, അങ്ങനെ കുറേ പേര്. കാരണം എല്ലാ തവണയും കുറേ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ചില മോഡൽസ് ഉണ്ടാവും, ജിമ്മന്മാരുണ്ടായിരിക്കും, പാട്ടുകാരുണ്ടാവും, അങ്ങനെ കുറേ കോമൺ ആയിട്ടുള്ള കുറേ ആൾക്കാർ എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. അങ്ങനെ ഇത്തവണ ആരൊക്കെയായിരിക്കും വരുന്നത് എന്ന് നമ്മൾ കുറേ ദിവസം കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു രഹസ്യം പുറത്തുവിട്ടിരിക്കുകയാണ്. 2 കോമണേഴ്സ് ആണ് ഇത്തവണ വരുന്നത്. ബിഗ് ബോസിന്റെ 5ാം സീസണിൽ ഒരു കോമണർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഗോപി എന്ന കോമണർ. എന്നാൽ അന്ന് ഗോപിക ഒരു വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായിട്ടൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയില്ല. ബിഗ് ബോസിന്റെ ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് അവസാനം വരെ കണ്ട ഒരാളെന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഗോപികയുടെ പ്രകടനം ശരിക്കും പറഞ്ഞ ഒരു ബിലോ ആവറേജ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഒരു വലിയ മത്സരം ഒന്നും കാഴ്ചവെച്ചില്ല. ചുമ്മാ കിടന്ന് എന്തൊക്കെയോ പറയുന്നു, പോകുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഗോപികയുടെ ഒരു മത്സരം കാഴ്ചവെക്കുന്ന രീതി ഭയങ്കര ബോറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇത്തവണ 2 കരുത്തുറ്റ സ്ത്രീകൾ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് കോമണേഴ്സ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ കോമണേഴ്സ് ആണെന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവർ 2 പേരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, സെലിബ്രിറ്റീസ് ആണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ അറിയുന്ന ആൾക്കാരാണ്. 4 പേര് അറിയുന്ന 2 പേരാണ് ഇപ്പോൾ കോമണേഴ്സ് ആയിട്ട് എത്തുന്നത്. ഇത് ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒരാൾ റസ്മിൻ ബായ് ആണ്, ബൈക്ക് റൈഡർ ആണ്, കായിക അധ്യാപികയാണ്, യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിഷാനയാണ് രണ്ടാമത്തെ ആൾ. ഒരാൾ റസ്മിൻ ബായും ഒരാൾ നിഷാനയുമാണ്. അങ്ങനെ 2 സ്ത്രീകൾ. ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിട്ടാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത്. എന്ന് വെച്ചാൽ 2 കോമണേഴ്സ് ആണ്. ഇവർ 2 പേരും ഒന്നിച്ചാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് മാറ്റിയെടുക്കാൻ. എനിക്ക് തോന്നുന്നത് ശരിക്കും അവിടെ ഉള്ള മെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ സ്ട്രോങ് ആയിട്ടുള്ള മെയിൽ കണ്ടസ്റ്റൻസിന് ശരിക്കും ഇവരൊരു വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം മത്സരമൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള, ബോഡി ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട മത്സരമൊക്കെ വരുമ്പം ഇവരുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതായിരിക്കും. എന്നുവെച്ചാൽ ആണുങ്ങളൊക്കെ പുരുഷന്മാരായിട്ടുള്ള മത്സരാർത്ഥികൾ ചെയ്യുന്നത് പോലെ തന്നെ ഇവർക്ക് മത്സരിക്കാനും പറ്റും. പിന്നെ ബിഗ് ബോസ് ചെയ്ത വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കോമണർ എന്ന് പറയുന്ന ഒരു സംഭവം പെട്ടെന്നാണ് വന്നത്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, നമുക്കിടയിൽ നിന്ന് ഒരാൾ വരുമ്പം അതുവരെ എങ്ങനെയായിരിക്കും കളിക്കുന്നത്. നമ്മൾ സാധാരണ സെലിബ്രിറ്റീസിനെ എല്ലാം ഇങ്ങനെ മത്സരിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിടയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ പക്ഷെ അത് അത്ര വിജയിച്ചില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഇപ്രാവശ്യം ബിഗ് ബോസ് നേരത്തെ തന്നെ കോമണേഴ്സ് ആരാണ് എന്ന് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇവരെ പറ്റി കൂടുതൽ നോക്കാനും ഇവരെ കാര്യങ്ങളൊക്കെ അറിയാനും ഇപ്പം തന്നെ ഏകദേശം എല്ലായിടത്തും ഇവരാരാണ്, എന്താണ് എന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവരെ വിലയിരുത്തും. ആ വിലയിരുത്തലിലൂടെ ആയിരിക്കും ഈ ഗെയിമിനെ നമ്മൾ കാണുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്ന്, അതായത് കോമൺ കണ്ടസ്റ്റൻസ്, കോമണേഴ്സ് ആയിട്ടുള്ള 2 കണ്ടസ്റ്റൻസ് ആരാണെന്ന് ബിഗ് ബോസ് ഇപ്പോൾ വെളിപ്പെടുത്തി. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനി ഓരോരോ കണ്ടസ്റ്റൻസിനെ പേരിങ്ങനെ വെളിപ്പെടുത്തു എന്നാണ് നമ്മളിങ്ങനെ ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പല ആൾക്കാരും ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട്.